രജിസ്ട്രേഷൻ വിശാലും പാർവതിയും തടസ്സപ്പെടുത്തുന്നുള്ള ഭീതി ആന്റിക്ക് വേണ്ട. അതിനുവേണ്ട ചില മുൻകരുതലുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ നാളെ പറയാം. ആ വിനയില്ലേ, അവൻ ശുദ്ധ അഹങ്കാരമാണ് കാണിക്കുന്നത്. പണം പണം എന്ന ചിന്ത മാത്രമേ അവനുള്ളൂ. അതുകൊണ്ടാണല്ലോ അമ്മയുടെ അഭിപ്രായം പോലും കേൾക്കാതെ ഡിസ്റ്റിലറി ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. സർ, അമ്മയ്ക്കും വിനയുടെ അതേ അഭിപ്രായം തന്നെയാണ് സർ. സാറിന് അത് മനസ്സിലാവാത്തോണ്ടാ. വിനയ് ഡിസ്റ്റിലറി ഏറ്റെടുത്ത് നടത്തുന്നതിനോട് അമ്മയ്ക്കും വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ അമ്മ നമ്മൾ പറയുന്നതനുസരിച്ച് വിനയെ എതിർത്തേനെ. അന്നേരം അമ്മയൊന്നും മിണ്ടിയില്ലല്ലോ. അപ്പോ എന്താ അതിന്റെ അർത്ഥം? ഇതെല്ലാം ആ റിയയുടെ ഐഡിയ. അവളുടെ വാക്ക് കേട്ടിട്ടാ വിനയും പ്രഭാവതി അമ്മയും ഇപ്പൊ പ്രവർത്തിക്കുന്നത് പോലും. റിയയുടെ കയ്യിലെ കളിപ്പാവകളാ അവർ രണ്ടാളും. അത് അപകടമാണല്ലോ. സർ, റിയ ആരാണെന്ന് അരവിന്ദൻ സർ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അവളെ സൂക്ഷിക്കണം സർ. അവളെ ഈ വിധത്തിൽ വളരാൻ അനുവദിച്ച എല്ലാം തകരാറിലാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ നീക്കങ്ങളെ നമ്മൾ തടയണം. പാർവതി, നാളെ രാവിലെ ഓഫീസിൽ ചെന്ന് നമുക്ക് ആ ഡോക്യുമെന്റ്സ് എടുക്കണം. അതിനുശേഷം എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. ആ ഡോക്യുമെന്റ്സ് കൂടെ ഉണ്ടെങ്കിൽ വിനയന് ഡിസ്റ്റിലറിയുടെ രജിസ്ട്രേഷൻ നടത്തി അത് ഓപ്പൺ ചെയ്യാനാവും. സർ, ഞാനിത് സാറിനോട് പറയാൻ വരുമായിരുന്നു. നാളെ രാവിലെ തന്നെ നമുക്ക് ഡോക്യുമെന്റ്സ് എടുക്കാം. ശരി. ഞാൻ കുറെ നാളായി ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സാറ് ഇത് എന്താ ഇല സാരി കെട്ടിയിരിക്കുന്നേ? ഇത് ഓർമ്മ വെച്ച കാലം മുതലേ എന്റെ അരയിലുള്ളത്. മുത്തച്ഛൻ കെട്ടിത്തന്നാണെന്ന അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്തോ വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അമ്മയും പോയി, മുത്തച്ഛനും പോയി. എങ്കിലും അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഞാനിത് ഇപ്പോഴും സൂക്ഷിക്കുന്നു. രഹസ്യോ? എന്ത് രഹസ്യമായിരിക്കും ഇതിനുള്ളില്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കും ഇതിന്റെ രഹസ്യം അറിയാൻ പറ്റുമെന്ന്. അതാ ആകെയുള്ളൊരു സൂചന. ആ പെൺകുട്ടി ഞാനല്ലേ? അപ്പോ എനിക്ക് ഈ ഏലസിന്റെ രഹസ്യം അറിയാൻ സാധിക്കും. എവിടെ, എന്താ രഹസ്യമെന്ന് ഞാനും നോക്കട്ടെ. ആ രഹസ്യം എന്താന്നൊന്ന് അറിയാലോ. നോക്കട്ടെ നോക്കട്ടെ. പാർവതി. പാർവതി